ഹലോ. ഈ തണുപ്പത്ത് ഒരു ചൂട് പായസം കുടിക്കണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? പായസം വയ്ക്കാം. അപ്പോൾ ഒരു കപ്പ് അളവ് പാത്രത്തിന് 1 കപ്പ് ഉണങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 കപ്പ് വെള്ളവും 1/2 കപ്പ് പാലും മിക്സ് ചെയ്ത് നല്ല ഹൈറ്റുള്ള പാത്രത്തിൽ കുക്കറിൽ വയ്ക്കണം. എന്നിട്ട് നല്ല ഫ്ലെയിമിൽ വെച്ച് സ്റ്റീം വന്നാൽ അപ്പോൾ ഇങ്ങനെ പത വരും. എന്തുതന്നെയായാലും അതൊന്ന് ഊതിയോ കാറ്റ് വീശിയോ മറ്റോ കുറച്ച് തീ പൂർണ്ണമായും കുറച്ച് 5 മിനിറ്റ് വെച്ചതിന് ശേഷം ആ പ്രഷർ പൂർണ്ണമായും പോയതിന് ശേഷം തുറക്കുക. 5 മിനിറ്റ് മതി. ഇത് ഉണങ്ങലരി എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ. അതായത് തവിട് അധികം കളയാത്ത പച്ചരി, അതാണ് ഉണങ്ങലരി. അപ്പോൾ അത് നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പിൽ ബാക്കി 1/2 കപ്പും 1 പാക്കറ്റ് പാലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് ഉണങ്ങലരിക്ക് 3 പാക്കറ്റ് പാലാണ് വേണ്ടത്. അപ്പോൾ ഇതിലിപ്പോൾ ആദ്യം 1/2 കപ്പ് ഒഴിച്ചു, പിന്നീട് ബാക്കിയുള്ള 1/2 കപ്പ് 1 പാക്കറ്റ് പാലും വേറൊരു പാക്കറ്റ് പാലും കൂടി ഇപ്പോൾ ഒഴിച്ചു. നമ്മൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് പാൽപ്പായസം. ഇത് അമ്പലങ്ങളിൽ ഉണ്ടാക്കുന്ന പാൽപ്പായസത്തിൻ്റെ രീതിയാണ്. ഇതിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒന്നും വറവിടാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിലൊക്കെ ചെയ്യാം. ഏലക്കായ പൊടിച്ചിടുകയും ചെയ്യാം. അപ്പോൾ ഇത് സാധാരണ നമ്മൾ അമ്പലത്തിൽ കിട്ടുമ്പോൾ അതൊന്നും ഇടാത്ത പായസമാണ് കുടിക്കാറ്. അതുപോലുള്ള പായസമാണ് ഇടുന്നത്. പിന്നെ പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിന് മധുരം നോക്കിയാണ് ഇടേണ്ടത്. ഇതിപ്പോൾ 1 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം തിള വരുന്നത് വരെ മാത്രം തീ ഫുൾ ഫ്ലെയിമിൽ വെച്ച് തിള വന്നതിന് ശേഷം തീ മാക്സിമം കുറച്ച്, എത്ര സമയം കൂടിയ സമയം കൊണ്ട് നിങ്ങൾക്കത് വേവിച്ച് വറ്റിച്ചെടുക്കാൻ പറ്റുമോ അത്രയും ടേസ്റ്റ് കൂടും. അതാണ് ഈ പായസത്തിൻ്റെ പ്രത്യേകത. ഏത് പാൽപ്പായസമായാലും ഇപ്പോൾ ഇതിലൊരല്പം ഉപ്പിടുന്നുണ്ട്. ഉപ്പ് ശരിക്കും അമ്പലങ്ങളിൽ വെക്കുമ്പോൾ ഉപ്പിടാറില്ല. പക്ഷേ നമുക്കതൊരു ശരിക്കൊരു വെള്ളം ചുവക്കുക എന്ന് പറയില്ല. അതുകൊണ്ട് പാലിൻ്റെ കൂടെ ഒരല്പം ഉപ്പിട്ടാലാണ് അത് കൂടുതൽ ടേസ്റ്റായി വരിക. അപ്പോൾ മധുരം വേണമെന്ന് തോന്നിയുകൊണ്ട് വീണ്ടും 1/2 കപ്പ് മധുരം പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഇത് നല്ല മധുരമല്ല, നല്ല ഒരല്പം കുറഞ്ഞ മധുരമാണ്, നോക്കി ചേർക്കാം. പിന്നെ ഇനി 1 പാക്കറ്റ് പാല് ബാക്കിയുണ്ട്. അപ്പോൾ ഇത് കുറുകി വരുന്നതിനനുസരിച്ച് പാല് അല്പാൽപമായി ചേർത്ത് എപ്പോഴും നിങ്ങൾ അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. അപ്പോൾ ഏത് പായസം വെക്കുമ്പോഴും അത് നല്ല ചുവടുകട്ടിയുള്ള പാത്രത്തിൽ വെക്കുവാനും തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുവാനും മാക്സിമം ശ്രദ്ധിക്കുക. അതാണ് പായസത്തിന് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായൊരു ഘടകം. അപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ പാക്കറ്റ് പാല് മുഴുവനായും ഞാൻ ഒഴിച്ചു കഴിഞ്ഞു. 1 കപ്പ് ഉണങ്ങലരിക്ക് 3 പാക്കറ്റ് പാല്. അതിൽ ആദ്യത്തെ 1/2 കപ്പ് നമ്മൾ അരിയുടെ കൂടെ വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു. ഒരിക്കലും വെറും വെള്ളത്തിൽ വേവിക്കരുത്. പായസം ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. എപ്പോഴും പാല് ചേർത്തിട്ട് തന്നെ വേവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വിളമ്പിയിട്ടൊന്ന് കുടിച്ചു നോക്കാം. നിങ്ങൾക്ക് പായസത്തിൻ്റെ പാലിൻ്റെ അളവ് അറിയില്ലെങ്കിൽ ഇതേപോലെ ചെയ്തു നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഉണ്ടാക്കാം.